ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മിഷൻ ഞായറാഴ്ചയാണ്. ലോകമെമ്പാടുമുള്ള മിഷണറിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ദിവസം. നാം തന്നെ മിഷണറിമാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, മിഷണറിമാരായി അയക്കപ്പെടുന്നു എന്നുള്ള വലിയ ചിന്ത പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്ന ദിവസം. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറയുന്നു, ഈ മിഷൻ പ്രഘോഷണം പാവങ്ങളെ, തടവറയിലുള്ളവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണ്ടുമുട്ടുന്നതിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ സാധിക്കുകയില്ല ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. അപ്രകാരം പാവങ്ങളെ കണ്ടുമുട്ടുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് തന്നെയാണ്. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് ഈ ദൗത്യം നൽകുന്നത് അത് ഇസ്രായേലിലേക്ക് പോകാനാണ്. പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ ഈശോ ശിഷ്യന്മാരെയും സ്ത്രീഹന്മാരെയൊക്കെ അയക്കുക യഹൂദരുടെ ഇടയിലേക്കാണ്. ഉത്ഥാനത്തിന് ശേഷം എല്ലാ ജനതകളുടെ ഇടയിലേക്കും ലോകം ആസകലം കർത്താവ് തന്റെ സ്ത്രീഹന്മാരെയും ശിഷ്യന്മാരെയും അയക്കും. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ചിന്തകളാണ് നമ്മൾ ഓർക്കുക. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും ഒക്കെയുള്ള ദാനം നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ദാനമായിട്ട് കർത്താവ് ഈ കൃപകളൊക്കെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിന്ത ഇതാകണം, കർത്താവെല്ലാം ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, ഒന്നും വേറെയില്ല, ഒന്നും നിനക്ക് സ്വന്തമായിട്ടില്ല. അതിനാൽ തന്നെ 2 സുഹൃതങ്ങൾ നമുക്കുണ്ടാകണം. ഒന്ന്, അഹംഭാവം മാറ്റിവെക്കാനുള്ള വലിയ മനസ്സ്. 2, ധനമോഹം തീർത്തും ഉപേക്ഷിക്കാനുള്ള മനസ്സിന്റെ സന്നദ്ധത. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. സ്വാഭാവികമായിട്ട് ഈ അഹംഭാവവും ധനമോഹവുമാണ് നമ്മുടെ മിഷൻ ചൈതന്യത്തെ പലപ്പോഴും കെടുത്തിക്കളയുന്നത്. ഓർക്കുക, കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ടുള്ള ദൗത്യം നൽകി അയക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പ്രത്യേകമായ സ്ഥാപിത താല്പര്യങ്ങൾ നമ്മളെ പലപ്പോഴും നയിക്കുന്നുണ്ട്. സ്ഥാപിത താല്പര്യങ്ങളും സ്ഥാപന താല്പര്യങ്ങളുമാണ് ഇന്നത്തെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്ന് കേൾക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവെല്ലാം കൃപയായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സൗജന്യമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നാം എല്ലാവരും മിഷണറിമാരാണ് എങ്കിൽ നമുക്ക് സൗജന്യമായി കിട്ടിയെങ്കിൽ വിത്തൗട്ട് പേയ്മെന്റ് നമ്മുടെ സമയവും താലന്തുകളും കഴിവുകളുമൊക്കെ സമൂഹത്തിനും മറ്റുള്ളവർക്കും സഭയുടെ പ്രത്യേകമായ ദൗത്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാൻ, ചെലവഴിക്കാൻ ഉള്ള ഉദാര മനസ്ഥിതി നമുക്കുണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, നമ്മൾ ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് പറയുന്നു, സുരക്ഷിതത്വത്തിന്റെ മേഖലയിൽ നിങ്ങൾ വ്യാപരിക്കേണ്ട. 2 ഉടുപ്പ് വേണ്ട, അതുപോലെ തന്നെ വടി വേണ്ട. നമുക്കറിയാം, കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതാണ് മറ്റൊരു പെയർ ഉടുപ്പ്. അല്ലെങ്കിൽ നമുക്കറിയാം, മൃഗങ്ങളെയൊക്കെ ഓടിപ്പിക്കാൻ നല്ലതാണ് വടി. അതുപോലും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് നമ്മളൊക്കെ സുരക്ഷിതത്വത്തിന്റെ മേഖലയിൽ വ്യാപരിക്കുന്നവരാണ്. നമുക്ക് നല്ല നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലാണ്, ബാങ്കിൽ നല്ല നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ കരുതുക. പക്ഷെ സുരക്ഷിതത്വം കർത്താവ് തരും എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്.
ചിലപ്പോഴൊക്കെ മാനുഷികമായ സുരക്ഷിതത്വം തേടുന്നത് കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളിലും മറ്റ് സംവിധാനങ്ങളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പം മിഷനിൽ ചിലപ്പോഴൊക്കെ തടസ്സമായി നിൽക്കുന്ന സ്ഥാപനവൽക്കരണം ഉപേക്ഷിക്കാൻ തന്നെയാണ് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മോട് പറയുക. മൂന്നാമത് നമ്മളവിടെ കാണുക, ഈ ദൗത്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ യോഗ്യരായവരെ കണ്ടെത്തും, യോഗ്യമായ ഭവനങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അപ്രകാരമുള്ള ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. യോഗ്യതയുള്ള ഭവനങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ് യോഗ്യതയുള്ള ഭവനങ്ങൾ? ദൈവവചനം സ്വീകരിക്കാനും അതിന് പ്രാധാന്യം കൊടുക്കാനും മിഷൻ ചൈതന്യത്തോടുകൂടി മറ്റുള്ള സഭയുടെ ദൗത്യങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാനും സാധിക്കുന്ന ഭവനങ്ങൾ, പ്രാർത്ഥനയുള്ള ഭവനങ്ങൾ, ദൈവത്തെ വിളിക്കുന്ന ഭവനങ്ങൾ, കുടുംബ കൂട്ടായ്മ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കൂട്ടായ്മ വളർത്തുന്ന ഭവനങ്ങൾ, പരസ്പരം അയൽക്കാരുമായിട്ട് സ്നേഹമുള്ള ഭവനങ്ങൾ. യഥാർത്ഥ മിഷണറി ചൈതന്യം വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. നമ്മൾ ഉത്തരേന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും പോകണ്ട. നാം തന്നെ മിഷണറിമാരാകുക. ആദ്യം അത് ഭവനത്തിൽ, നമ്മുടെ വീട്ടിൽ തുടങ്ങട്ടെ. അങ്ങനെ തുടങ്ങാത്ത പക്ഷം തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും വിട്ടുപിരിയുന്ന ഒരു അവസ്ഥയിലേക്കെത്തും. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോരുമ്പോൾ കാലിൻ്റെ പൊടി പോലും തട്ടിക്കളയുക. അപ്രകാരമുള്ള ഭവനങ്ങളും സമൂഹങ്ങളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും വേണ്ട എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി സമരസപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ഓർക്കാം. മറ്റൊരു അർത്ഥം കൂടി ഈ കാലിൻ്റെ പൊടി തട്ടിക്കളയുക എന്നുള്ള ആ വചനം നമ്മോട് പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ യേശുവിൻ്റെ വചനം, അത് യേശുവിൻ്റെ രാജ്യം ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പരിശുദ്ധാത്മാവ് മറ്റൊരു വഴി തുറന്നു തരും എന്നുള്ള ഒരു വലിയ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ലേഖനത്തിൽ നമ്മൾ കാണുക, പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മിഷണറിമാർ കാത്തു സൂക്ഷിക്കേണ്ട അതേ മനോഭാവം തന്നെയാണ് ഇവിടെ ആ ലേഖനത്തിലും സ്ലീഹ പറയുക. സ്ലീഹ സ്വന്തം ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷകന് ഉപജീവനം കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും സുവിശേഷത്തിൽ നിന്ന് തന്നെ അർഹതയുണ്ട്, അവന് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു അവകാശവും, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് ഒരു അവകാശവും ഒരു ആനുകൂല്യവും താൻ പറ്റുന്നില്ല എന്ന് ശ്ലീഹ പറയുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് യാതൊരു മേന്മയ്ക്കും അവകാശമില്ല, അതിൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇത് ഓർക്കുക. അപ്പോൾ സുവിശേഷ പ്രസംഗം ഏതെങ്കിലും ഒരു കൂട്ടർക്ക്, മിഷണറിമാർക്ക് പതിച്ചു നൽകിയിട്ടുള്ളതല്ല. നാം ഓരോരുത്തരും മിഷണറിമാരാകണം. അത് ഇല്ലാതെ പോകുമ്പോഴാണ് മറ്റുള്ളവരെ തീർച്ചയായിട്ടും യേശുവിനെയും സഭയെയും ഒക്കെ കണ്ടെത്താൻ സാധിക്കാതെ ചിലപ്പോൾ വികലമായ ധാരണകളോടെ മുന്നോട്ട് പോവുക. ഒരു നല്ല ക്രിസ്ത്യാനി, ആർജവത്വമുള്ള, യഥാർത്ഥ ചൈതന്യമുള്ള, മിഷൻ ചൈതന്യമുള്ള ഒരു ക്രൈസ്തവനാണ് ഇന്ന് ലോകത്തിൽ യേശുവിന് വേണ്ടി ജനങ്ങളെ നേടുക, ആത്മാക്കളെ നേടുക എന്നുള്ള വലിയ സത്യം നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ മിഷണറിമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തരേന്ത്യയിലും ഒപ്പം തന്നെ ആഫ്രിക്കൻ വൻകരയിലും മറ്റ് സ്ഥലങ്ങളിലും ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും സഭ നേരിടുന്നു, മിഷണറിമാർ നേരിടുന്നു. ഈശോയുടെ രാജ്യം, ഈശോയുടെ വചനം ലോകമെങ്ങും പച്ചപിടിച്ച് വളരുവാൻ, ഫലഭൂയിഷ്ടമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിളവിൻ്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.